ഹായ് കൂട്ടുകാരെ, ഇന്നത്തെ നോമ്പ് തുറക്ക് ഞാൻ ഒറ്റയ്ക്കുള്ളൂ കേട്ടോ. നോമ്പ് തുറക്കാൻ ഇമ്മിക്കുട്ടൻ ഇവിടെ ഉണ്ട് കേട്ടോ. കുഞ്ഞാണി ആ കാക്കൊക്കെ ഒന്ന് വേറെ തുറവുണ്ട്. എന്നെ വിളിച്ചിരുന്നു, ഞാൻ പോയില്ല. ഞാനിന്ന് ഡ്യൂട്ടി കഴിഞ്ഞ് വന്നപ്പോഴത്തേനും ഒരുപാട് സമയമായിട്ടോ. അപ്പോൾ ഞാൻ ഒരു നാഴി അരി കഞ്ഞിക്ക് അരി അടുപ്പത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ജ്യൂസ് കുടിക്കാൻ വിചാരിച്ചിട്ടോ, നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് അവോക്കേഡോ എന്ന് പറഞ്ഞാൽ ഫ്രൂട്ടാണ്, ബട്ടർ എന്നൊക്കെ പറയട്ടോ. ഒരുപാട് ഗുണങ്ങളുള്ള ഫ്രൂട്ടാണ് കേട്ടത്. അപ്പോൾ ഇതാ 4 ഫ്രൂട്ട് വാങ്ങിയിട്ടുണ്ട്. നല്ല വിലയുണ്ട് കേട്ടോ ഇതിന്. ഇത് കഴിക്കണത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിങ്ങനെ പഴുത്തതും കഴിക്കാം, ജ്യൂസ് അടിച്ചും കുടിക്കട്ടോ. ഇത് നമ്മളെ ശരീരത്തിനും സ്കിന്നിനും നമ്മുടെ സൗന്ദര്യം കൂടാനും എല്ലാ ഫ്രൂട്ട്സിലും അടങ്ങിയിട്ടുള്ള എല്ലാ വിറ്റാമിൻസും ഇതിലും ഉണ്ട് കേട്ടോ. ഈ ഒരു ഒറ്റ ഫ്രൂട്ട് മാത്രം നമ്മൾ കഴിച്ചാൽ മതിയാവും. ഇതിൻ്റെ കുരു കണ്ടോ, വലിയ കുരുവാണ് അല്ലേ. അപ്പോൾ ഇത് ഞാൻ പാലൊക്കെ വെച്ചിട്ട് ജ്യൂസ് അടിക്കുകയാണ്. ബാങ്ക് കൊടുക്കാനായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിക്കാനൊന്നും ടൈമില്ല. ഓൾറെഡി ഞാനിത് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചിട്ടുള്ളൊരു ഫ്രൂട്ടാണ്. പാലും നല്ല തണുപ്പുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ജ്യൂസ് അടിച്ചിട്ട് കുടിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ വത്തക്ക ഉണ്ടായിരുന്നു, ഈത്തപ്പഴം വെച്ചിട്ട് നോമ്പ് തുറക്കാം. പിന്നെ നോമ്പ് തുറന്ന് നമ്മുടെ തറാവീഹും നിസ്കാരം ദുആയും ഓത്തൊക്കെ കഴിഞ്ഞിട്ട് കഞ്ഞി കുടിക്കാൻ വേണ്ടിയിട്ട് നാഴി അരി അടുപ്പത്തിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് വെന്തിട്ട് അതിൽ നിന്ന് കുറച്ച് പലിച്ചക്ക് ചോറ് കഴിക്കാനുള്ള ചോറ് ഊറ്റി വെക്കണം. പിന്നെ വല്ല ചമ്മന്തിയോ അച്ചാറോ താളിപ്പോ എന്തെങ്കിലും ആക്കിയിട്ട്. അപ്പോൾ കണ്ടോ, ഇത് നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ചും കൂടെ പാലൊഴിച്ചിട്ട് ഞാൻ ജ്യൂസ് അടിക്കുകയാണ്. ഞാൻ പാക്കറ്റ് പാലൊന്നും വാങ്ങിക്കലില്ല കേട്ടോ. ഞാനിവിടെ നമ്മുടെ അടുത്ത് തന്നെ സൊസൈറ്റി പോയിട്ടാണ് പാല് മേടിക്കാറ്. ഇല്ലെങ്കിൽ പൂക്കോട്ടുംപാടത്ത് സൊസൈറ്റിയിൽ നിന്ന് ഞാൻ അംഗൻവാടിയിൽ നിന്ന് പോകുമ്പോഴോ പോരുമ്പോഴൊക്കെ അങ്ങനെ വാങ്ങിക്കും. അപ്പോൾ ഒരു പ്രാവശ്യം കൂടെ അടിച്ചപ്പോൾ ഇത് പാകമായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. നാരങ്ങ വെള്ളം കലക്കിയിട്ടുണ്ട്, ബാങ്ക് കൊടുക്കുന്നുണ്ട്. ഞാൻ വേഗം നോമ്പ് തുറക്കുകയാണ് കേട്ടോ. അപ്പോൾ അതന്ന് നോമ്പ് തുറക്കാൻ പച്ചവെള്ളം എടുത്തിട്ടില്ല. ആദ്യം പിന്നെ ഈത്തപ്പഴം വെച്ച് നോമ്പ് തുറന്നു, പിന്നെ നാരങ്ങ വെള്ളം കുടിച്ചു, പിന്നെ നമ്മുടെ അടിപൊളി ജ്യൂസും കൂടി കുടിച്ചിട്ട് വത്തക്കയും കൂടെ കഴിച്ചിട്ട് നിസ്കാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് വേണം അത്താഴത്തിനുള്ള ചോറുക്കുള്ള കറി ഉണ്ടാക്കാനും. പിന്നെ കഞ്ഞി കുറച്ച് കുടിക്കണം. അതിന് അച്ചാറുണ്ട് കേട്ടോ ഇവിടെ, അല്ലെങ്കിൽ ഒരു ചമ്മന്തി അരക്കണം മാങ്ങ വെച്ചിട്ട്. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റുള്ള ജ്യൂസ് കേട്ടോ. നിങ്ങൾ ആരെങ്കിലും ഇത് കുടിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇതിൻ്റെ ടേസ്റ്റ് നിങ്ങൾക്ക് ഇഷ്ടമാണോ? ഇതിൻ്റെ ഫ്ലേവർ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ. എനിക്ക് ഒത്തിരി ഇഷ്ടമായത്. അപ്പോൾ ഇതാ ഞാൻ എൻ്റെ വയറ് നിറഞ്ഞു കേട്ടോ. ഒരു ഗ്ലാസ് വെള്ളവും ഒരു വലിയൊരു കുറ്റി ഗ്ലാസ് ജ്യൂസും കുടിച്ചപ്പോഴത്തേനും വയറ് നിറഞ്ഞു കേട്ടോ. അതൊന്നും കാര്യമാക്കണില്ല, ഞാൻ നല്ല വിശപ്പുണ്ടായിരുന്നു. വത്തക്കയും കൂടെ കഴിക്കുകയാണേ. അപ്പോൾ കൂട്ടുകാരെ, അൽഹംദുലില്ലാ ഇന്നത്തെ എന്താ പറയുക, നോമ്പ് ഇങ്ങനെ കഴിഞ്ഞു. മാഷാ അല്ലാഹ്, അള്ളാഹുവിന് ഒരുപാട് സ്തുതി. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖം തന്നെ അല്ലേ, റാഹത്തല്ലേ എല്ലാവർക്കും? അപ്പോൾ അടുത്ത വീഡിയോയുമായി വരാം.